ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഗ്രീൻ ചിക്കൻ ഫ്രൈ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില നമുക്കിതിൽ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഒരു 3 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടി വേണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. സോ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മസാല പേസ്റ്റ് റെഡിയാക്കണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി കറിവേപ്പില, ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇപ്പോൾ നമ്മളിതിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കൈവച്ച് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായതും അതിലോട്ട് ഓരോരോ ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചുവിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഈ ഗ്രീൻ ചിക്കൻ ഫ്രൈ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.